നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ മാറ്റാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന CPM-ന് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളാണ് തങ്ങളെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നതെങ്കിൽ ഇത്തവണ ആ കളി മാറുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് ആളുകൾ തങ്ങൾക്കെതിരെ ഓരോ തെളിവുകളുമായിട്ട് രംഗത്ത് വരുന്നു എന്നതിനേക്കാൾ ഉപരി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ്. അതായത് പാർട്ടിയുടെ ഈ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തുറന്നടിച്ചുകൊണ്ട് ധൈര്യത്തോടെ രംഗത്തേക്ക് വരികയാണ് ചില സഖാക്കന്മാർ. അത്തരത്തിലൊരാളാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ അത് വലിയ രീതിയിൽ വാർത്തയാകുന്നു. പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അന്ന് വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. എന്നാൽ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ അത്തരം പ്രതിസന്ധികൾ മറികടന്നു എന്നാണ് CPM കരുതിയെങ്കിൽ അവിടെയും അവസാനിച്ചിട്ടില്ല. അതിനേക്കാൾ കനത്ത പ്രഹരം ഏൽക്കുന്ന ഒരു സംഭവവുമായിട്ട് വി കുഞ്ഞികൃഷ്ണൻ തന്നെ രംഗത്തേക്ക് എത്തുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലാണ് CPM നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിവരം. ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി CPM നേതാക്കൾ മാറി എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം. തീവെട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം സംഘടനാ തത്വങ്ങൾ നിർലജ്ജം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബൂർഷ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണ് പയ്യന്നൂർ MLA TI മധുസൂദനന്റേതെന്നാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്. അടുത്ത ബുധനാഴ്ച പുസ്തക പ്രകാശനം നടത്താനിരിക്കെയാണ് ഇത്തരത്തിൽ നേതാക്കന്മാർക്കെതിരെ CPM നേതാക്കന്മാർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ പുസ്തകത്തിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും അതിന്റെ വിശദമായിട്ടുള്ള കണക്കുകളും സഹിതം നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനൊപ്പമാണ് പാർട്ടി നേതൃത്വത്തെയും വിമർശിക്കുന്ന തരത്തിൽ എഴുത്ത് എന്നാണ് സൂചന. CPM-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കാൻ സംസ്ഥാന നേതൃത്വത്തിനെ കൊണ്ട് സാധിച്ചു എന്നും ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. നേതാക്കൾ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി മാറിയിട്ടുണ്ട്. അവരെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കാനുണ്ട് എന്നാണ് പുസ്തകത്തിലൂടെ പറയുന്നത്. 16 അധ്യായങ്ങളും 96 പേജുകളുമുള്ള പുസ്തകത്തിൽ പയ്യന്നൂർ MLA-യെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുന്നു. എതിർക്കുന്നവരോട് മരണം വരെ പക വച്ച് പുലർത്തുന്ന ആളാണ് MLA എന്നും പറയുന്നു പുസ്തകത്തിൽ. പയ്യന്നൂരിലെ പാർട്ടി നന്നാവണമെങ്കിൽ TA മധുസൂദനൻ ആദ്യം നന്നാവണമെന്നും ആശ്രിതരെ സൃഷ്ടിക്കുന്ന ബൂർഷ്വ രാഷ്ട്രീയ ശൈലിയാണ് മധുസൂദനനുള്ളത് എന്നും താനാണ് പാർട്ടി, താൻ പറയുന്നതേ നടപ്പാകൂ എന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നും പുസ്തകത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. അപമാനിക്കപ്പെട്ടിട്ടും ഒന്നിച്ചു പോകാൻ ശ്രമിച്ചിട്ടും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സഖാക്കൾക്കാണെന്ന നേതൃത്വം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുമുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് കരുതിക്കൊണ്ടാണ് താൻ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. നേതാക്കൾ തെറ്റ് ചെയ്താൽ മിണ്ടരുതെന്ന അനുഭവങ്ങൾ പഠിപ്പിച്ചു എന്നും വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്ന തലക്കെട്ടോടെയാണ് അധ്യായം തീരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാർട്ടിക്കകത്തെ തെറ്റുകൾക്കെതിരെയും സമൂഹത്തിലെ അനീതികൾക്കെതിരെയും സധൈര്യം പോരാടിയ സഖാവ് VS അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുൻപിൽ പുസ്തകം സമർപ്പിക്കുന്നു എന്നും അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ നേതാക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് വി കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അത് പാർട്ടിക്ക് വലിയ തലവേദനയായി മാറി. പിന്നീട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടിയും വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവരങ്ങൾ ഒരു സാറ്റലൈറ്റ് മാധ്യമത്തിലൂടെ പുറത്തു വന്നതോടുകൂടെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കുന്നത്. പാർട്ടിയെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു. 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും ആരോപിക്കുന്നത്
ആരോപിച്ചത് എന്നും വി കുഞ്ഞികൃഷ്ണൻ നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറിയെന്നും രാകേഷ് കുറ്റപ്പെടുത്തി. കുഞ്ഞികൃഷ്ണൻ ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല എന്നും പാർട്ടിയെ വഞ്ചിച്ച ആളാണ് എന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പുറത്താക്കൽ നടപടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഭിമുഖത്തിന് സമയം തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഉണ്ടായതെന്നും ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണ് CPM എന്നുമുള്ളതായിരുന്നു പിന്നീട് സഖാക്കന്മാരുടെ അവകാശവാദം. 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് വീണ്ടും ആരോപിച്ചിരിക്കുന്നത്. TA മധുസൂദനനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനായിരുന്നു ഇതിലൂടെ ശ്രമം. അദ്ദേഹം പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനത്തിന്റെ ഭാരവാഹിയല്ല, എന്നിട്ടും ഭൂമി ഇടപാടിൽ ലക്ഷ്യം വെച്ചു. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ശാസിച്ചത് എന്നും പാർട്ടി പറയുകയാണ്. മധുസൂദനനെ മനഃപൂർവ്വം താറടിക്കാനുള്ള ശ്രമം എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കുഞ്ഞികൃഷ്ണനും അംഗീകരിച്ചതാണെന്നും വാർത്താ ചോർച്ച സംബന്ധിച്ച് പാർട്ടിക്ക് കൃത്യമായ തെളിവുണ്ട് എന്നും പറയുകയാണ്. മധുസൂദനനെ മനഃപൂർവ്വം താറടിക്കുന്ന ശ്രമം എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കുഞ്ഞികൃഷ്ണനും അംഗീകരിച്ചതാണെന്നും വാർത്താ ചോർച്ച സംബന്ധിച്ച് പാർട്ടിക്ക് കൃത്യമായ തെളിവുണ്ട് എന്ന് വാർത്ത ചോർത്തി എന്ന കുറ്റസമ്മതം കുഞ്ഞികൃഷ്ണന്റെ വാക്കിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും സഖാക്കന്മാർ അവകാശപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിന്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുന്ന പണിയാണോ ഇത് എന്നാണ് സഖാക്കന്മാർ അന്ന് ചോദിച്ചത്. മധുവിനോടുള്ള പകയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കാൻ കാരണം. വൈരനിര്യാതന ബുദ്ധിയോടെയാണ് കുഞ്ഞികൃഷ്ണൻ പ്രവർത്തിക്കുന്നത് എന്നും സഖാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി അന്ന് കുറ്റപ്പെടുത്തി. റെസീറ്റ് അടിച്ചതിൽ അക്ഷരത്തെറ്റുണ്ടായിട്ടുണ്ട്. 6 ബുക്കുകളിൽ പിശകുണ്ടായി. അത് നശിപ്പിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി. എന്നാൽ ഈ രസീത് ഉപയോഗിച്ച് പണം പിരിച്ചത് മധുസൂദനനല്ല എന്നും ചില ബുക്കുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും KK രാഗേഷ് ഇതിൽ ന്യായീകരണമായിട്ട് സമർത്ഥിക്കുകയായിരുന്നു. ധനരാജ് ഫണ്ട് കുടുംബത്തെ സഹായിക്കുക, വീട് വെച്ച് നൽകുക, കേസുകൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി രൂപീകരിച്ചത്. ഇവിടെ ഇതിനുവേണ്ടി പാർട്ടി ഫണ്ട് സ്വരൂപിക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിലൊന്നും പാർട്ടിക്ക് ധനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതിൽ 4 വർഷം താമസമുണ്ടായി എന്നും 2022 ഇക്കാര്യത്തിൽ മധുസൂദനൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ നടപടി എടുത്തു എന്നുമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KK രാഗേഷിന്റെ വിശദീകരണം. എന്തായാലും പയ്യന്നൂരിന് പിന്നാലെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ, അതായത് പയ്യന്നൂരിൽ ഇത്തരത്തിലൊരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള ആരോപണം കുഞ്ഞികൃഷ്ണനെ ഉന്നയിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തും സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നത് ഇതിൽ ശ്രദ്ധേയമാണ്. CPM രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും അത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുണ്ട്. 2008 RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ പേരിൽ പിരിച്ച ഫണ്ടാണ് കുടുംബത്തിന് നൽകാതെ തട്ടിപ്പ് നടത്തിയതെന്നാണ് അത്തരത്തിൽ പുറത്തുവന്ന വാർത്ത. 10 ലക്ഷം രൂപ പിരിച്ചതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും ബാക്കി ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നുമാണ് ഈ മരണപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് വ്യക്തമാക്കിയത് അല്ലെങ്കിൽ ആരോപിച്ചത്. പാർട്ടി ഫണ്ട് പിരിക്കണമെന്ന് പറഞ്ഞ നേതാക്കളാണ് തങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. കുടുംബത്തിന് ഒരു താല്പര്യവുമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ നേതാക്കൾ നിർബന്ധിച്ചപ്പോൾ തങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. എന്നാൽ ഇതിനുശേഷം വലിയ തിരിമറിയാണ് സംഭവിച്ചത്. 1 വർഷം കഴിഞ്ഞപ്പോൾ പണം സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൈമാറിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ അമ്മയുടെ പേരിലിട്ടു. ബാക്കി 5 ലക്ഷം പാർട്ടി കൈവശം വയ്ക്കുകയാണ് ഉണ്ടായത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രവീന്ദ്രനാണെന്ന് പണം കൈകാര്യം ചെയ്തിരുന്നതെന്നും 2 വർഷം മുമ്പ് സഹകരണ ബാങ്കിലെ ആളുകൾ ആ പണം അവിടെ ഇല്ലെന്ന് അറിയിക്കുകയുണ്ടായി എന്നും അന്വേഷണത്തിൽ പണം അവിടെ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും പാർട്ടിക്ക് പരാതി നൽകിയപ്പോൾ അന്വേഷണ വിധേയമായി രവീന്ദ്രനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി രക്തസാക്ഷി ഫണ്ടിൽ തൊട്ടയാൾ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട് എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പാർട്ടി അംഗത്വം തുടരുകയാണ് ഉണ്ടായത്. പിന്നീട് രവീന്ദ്രനെ ലോക്കൽ കമ്മിറ്റിയിൽ തിരിച്ചെടുക്കാൻ ശ്രമമുണ്ടായി. എല്ലാ പ്രവർത്തകരും അതിനെ എതിർക്കുകയും ഏരിയ കമ്മിറ്റിയിൽ കയറ്റാനും ശ്രമിച്ചു എന്നും തിരുവനന്തപുരത്തെ മന്ത്രിയാണ് ഇതിന് ഒത്താശ ചെയ്തതെന്നും വിനോദ് ആരോപിച്ചിരുന്നു. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരം കൈതമുക്കിലെ പാസ്പോർട്ട് ഓഫീസിന് മുൻപിൽ വിഷ്ണു വെട്ടേറ്റ് മരണപ്പെടുന്നത്. CPM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗവും DYFI പ്രവർത്തകരുമായിരുന്നു വിഷ്ണു. RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ആരോപിച്ച് കേസെടുത്തുവെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവത്തിൽ 13 RSS പ്രവർത്തകരെ ഹൈക്കോടതി 2022 വെറുതെ വിടുകയായിരുന്നു. വിഷ്ണു രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന്
CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പിന്നീട് ഇതിന് പ്രതികരണവുമായിട്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഫണ്ടിന്റെ ഒരു ഭാഗം ബാങ്കിൽ സൂക്ഷിച്ച് ഒരു ഭാഗം കുടുംബത്തിന് കൈമാറി ബാങ്കിൽ നിക്ഷേപിച്ച പണം പിന്നീടുണ്ടായ കേസിനായി ഉപയോഗിച്ചു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യാതെ പണം കൈമാറി എന്നുള്ളതാണ് CITU നേതാവിനെതിരെ നേരത്തെ ഉയർന്ന പരാതി. അഭിഭാഷകർക്ക് കൊടുക്കാനാണ് ആ പണം ഉപയോഗിച്ചത്. മറ്റൊരു തരത്തിലും ഈ പണം ഉപയോഗിച്ചിട്ടില്ല, ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു CPMന്റെ വിശദീകരണം.